പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതായത് ദീപാവലിക്കൊക്കെ നമ്മുടെ നാട്ടിൽ പടക്കം പൊട്ടുന്നത് പോലെ ഞാൻ പൊട്ടുമെന്ന് വിചാരിച്ചിരുന്ന പരീക്ഷ ഞാൻ പാസ്സായിരിക്കുകയാണ്. ഈ പരീക്ഷയും പതിവിന് ഒരു വിപരീതവും ഇല്ലാത്ത രീതിയിൽ കഷ്ടിപ്പാസ് തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, പാസ്സായി. കുറച്ച് പേരൊക്കെ പൊട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അവരടുത്ത അറ്റംപ്റ്റിൽ എഴുതിയെടുത്തോളും. അവർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല, അതുകൊണ്ട് അവർ എഴുതിയെടുത്തോളും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ നമ്മൾ പാസ്സായിട്ടുണ്ട്. സമാധാനം. ഞാൻ പാസ്സാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നേ. പക്ഷെ ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മാതാശ്രീ എന്നെ അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് പാസ്സാക്കിക്കുമെന്ന്. ചിലപ്പോൾ അതുകൊണ്ടാകാം നമ്മൾ പാസ്സായിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, പരീക്ഷ പാസ്സായി. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അത് അടുത്ത ആഴ്ച. ഇപ്പോൾ എന്തിന് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളെ നമ്മുടെ ബടാ ദോസ്ത് റോബീനെ കാണാൻ പോയിട്ട്. അപ്പോൾ അവന് ഭയങ്കര പിണക്കം, ഞാൻ അവനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ അവൻ്റെ അവിടെ ഇങ്ങോട്ട് കൂടാൻ ഉള്ള പരിപാടിയാണ്. പക്ഷെ കൂടിയാലും നാളെ കാലത്ത് എനിക്ക് ക്ലാസ്സിൽ പോയാൽ പറ്റും. 8 മണിക്ക് ക്ലാസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തൊക്കെ സംഭവിക്കുന്നോ അത് നിങ്ങളും കൂടി കാണൂ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഒന്നും കൂടി സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ബർഗറാണ് ഉണ്ടാക്കിയേക്കുന്നത്. ബിദ്രോങ്കിൽ നിന്ന് മേടിച്ചേക്കുന്ന ലിഡിൽ നിന്നും മേടിച്ചേക്കുന്ന ഇതെന്താണത്? ഇതെന്താ സാധനം? തൊടില്ല. ഓക്കെ, ഇവിടെ പുൾസൈ ഉണ്ട്. ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം മുട്ട അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. കുറേ നേരത്തെ പല പരിപാടികൾക്ക് ശേഷം അവസാനം ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ചോറ് നിങ്ങൾ കുറച്ച് കാണും, കറി കൂടുതൽ കാണും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫുഡ് അടിക്കൽ പരിപാടി. കൂട്ടത്തിൽ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. ഹിറ്റ് 3 എങ്ങനെയാവും എന്നറിയാൻ പാടില്ല. കറി കണ്ടിട്ട് നല്ല ലുക്കുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പോർക്ക് റെഡി, കഴിച്ചു നോക്കിയേക്കാം. നമ്മൾ ചെറിയ പീസിൽ വലിയ പീസ് എടുത്തേക്കണം. ഇത്തിരി പോർക്ക് വയ്ക്കുക, സവോള ഇങ്ങോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, റോബിയുടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അടിപൊളിയാണ്. പോർക്കിൽ നമ്മൾ കുരുമുളക് കൂടി ഇങ്ങോട്ട് നന്നായിട്ട് വീശിയിട്ടുണ്ടല്ലോ, അടിപൊളി. നിങ്ങളും ഉണ്ടാക്കി, എളുപ്പത്തിൽ ഉണ്ടാക്കാം. സവോള ഇങ്ങനെ എടുക്കാനുള്ള കാരണം നമ്മൾ അവസാനമാണ് ഇട്ടത്. എന്തായാലും ആവട്ടെ, അടിപൊളി. കഴിക്കട്ടെ. അവസാനം നമ്മൾ അവൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അവനൊരു പ്രത്യേക ശക്തിയുണ്ട്. നമ്മളവനെ കാണാൻ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. പോയി സമയം ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇത്ര സമയം പോയെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. നമ്മൾ പോയി കുറച്ച് നേരം കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് നേരം എന്തൊക്കെയോ ചവറിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം എത്രയായി? ഒരു പിടിയിൽ എങ്ങനെ പോയെന്ന്. നിങ്ങൾക്ക് എങ്ങനെ പോയെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ പരിപാടി തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. കിടന്നുറങ്ങണോ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 3-4 മണിക്കൂർ കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് കാലത്ത് എനിക്ക് ക്ലാസ്സിൽ പോകണം. ഇതൊക്കെയാണ് പരിപാടി. ഇപ്പം 3 മണി, 3:15 ബസ് വരും. 3:15 ബസ് വന്ന് 1 മണിക്കൂർ ഹോസ്റ്റലിലെത്താൻ, 4:15 ഹോസ്റ്റലിലെത്തുന്നു. ഒരു അരമണിക്കൂർ, ഒരു 1/4 മണിക്കൂർ ഫ്രഷ് ആവാനായിട്ട്. അപ്പോൾ 4:30 കഴിഞ്ഞ് 5:30, 6:30, 7:30, 3.5 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. 3:30 മോറോർലെസ് 4 മണിക്കൂർ കൂട്ടിക്കോ, ഉറങ്ങാൻ കിട്ടും. ഒരു 8 മണി 8:15 നമുക്ക് എണീക്കുക, എന്നിട്ട് ക്ലാസ്സിൽ പോവുക. 8:30 ക്ലാസ്. അപ്പോൾ അത് കൂടിയെങ്കിൽ ശരിയാവില്ല. ഓൾറെഡി ആ ക്ലാസ്സിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന ആബ്സെൻസ് ഞാൻ എടുത്തു. അപ്പോൾ ഇനി എടുക്കാൻ പറ്റൂല, പോയേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് വേറെ ക്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു ദിവസം പോയി തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണമെന്നില്ല. ഇനി വേറെ ക്ലാസ്സുകളുണ്ടോ എന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. കാലത്ത് പോയി കഴിഞ്ഞാലാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ പിടിയൊന്നുമില്ല, ഇല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കണേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോവുക. നമ്മൾ നമ്മുടെ വിഷമങ്ങളും പറയും, അവരുടെ വിഷമങ്ങളും പറയും. വിഷമങ്ങളില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചവറിരുന്ന് പറയും. അപ്പോൾ നമുക്കൊരു സുഖവും അവർക്കൊരു സുഖവും. ഇടയ്ക്കിടയ്ക്ക് വെന്റിലേറ്റ് ചെയ്യണമെന്നാണല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി കാലത്തായിട്ട് കാണാം. കാലത്ത് ക്ലാസ്സിൽ പോവോ ഇല്ലയോ എന്നൊക്കെ കാലത്ത് കാണാം. ചാച്ചാൻ പോവാണ്, പറ്റണില്ല. കണ്ണൊക്കെ ഉണ്ടല്ലോ ഔട്ടായി തുടങ്ങി. ബസ് കുറച്ചും കൂടി ഡിലേ ആയിട്ട് വന്നു. ഇപ്പം 2ാമത്തെ ബസ് പോയി. അങ്ങനെ ആകെ മൊത്തത്തിൽ വൈകി, ആകെ കോളായി. ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. നാളെ പോകുന്ന കാര്യം ചോദിച്ചിട്ടാണ്. എൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഡാർക്ക് സർക്കിളൊക്കെ ഉറങ്ങാണ്ടിരുന്നിട്ട് നോക്കാം എന്താവുന്നു. പോകുന്നെങ്കിൽ തോന്നണില്ല, പക്ഷെ ശ്രമിക്കാൻ പോവാൻ. ക്ലാസ് കളയണം ഇങ്ങനെ.
അവസാനത്തെ ക്ലാസ്സാണ്. നോക്കാം എങ്ങനെയാവുമെന്ന്. പറ്റിയാൽ പോവും, അല്ലെങ്കിൽ പോവില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാം. അപ്പം ശരി, ഗുഡ് നൈറ്റ്. എഴുന്നേറ്റു. പക്ഷെ എനിക്ക് ബോധം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു അംശം പോലും വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങില്ല എന്ന് വിചാരിക്കും. കാരണം ഇന്നലെ വന്ന് കയറി കിടന്നപ്പോഴേക്കും ഒരു 5 മണി ആയിട്ടുണ്ടായി. എന്തായാലും ആവട്ടെ, ഇത്തിരി വൈകിപ്പോയി എല്ലാ കാര്യങ്ങളും കൊണ്ട്. അയ്യോ 3 എന്തൊക്കെയോ ഉറങ്ങി. പക്ഷെ ഇപ്പം കാലത്ത് ആദ്യത്തെ ക്ലാസ്സിന് പോകണം. അതിനെന്തായാലും വൈകും 10 മിനിറ്റ്. കാരണം ഓൾറെഡി 10 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഇറങ്ങിയേക്കണേ. എന്താവും നോക്കാം. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, ഇനി വരുന്നത് പോലെ. അപ്പം 3 മണിക്കൂർ ഉറക്കമാണ് വന്നേക്കണേ. അതിൻ്റെ ഇഷ്യൂ ഒന്നല്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വരി കിടന്ന് ഉറങ്ങണം. ഉറക്കം എങ്ങനെയും ഇന്നത്തെ തീർത്തേ പറ്റൂ. ആ ബസ് ചതിച്ചതാ, അല്ല ഞാൻ പോയതും പ്രശ്നമായിരുന്നു. എന്നാലും നോക്കട്ടെ, ശരിയാവും എല്ലാ കാര്യങ്ങളും. നോം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നോം തിരിച്ചു പോകുന്നു. പ്രതീക്ഷകളുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നത്. പക്ഷെ എന്ത് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2 ക്ലാസ് എന്ന് പറഞ്ഞു പോയി. എനിക്ക് പിന്നെ ഞാൻ ഈ യൂണിവേഴ്സിലല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ണുറന്നിരുന്നു എന്നുള്ള പരിപാടി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എനിക്കൊന്നും എൻ്റെ ചെവിയിലേക്കോ തലയിലേക്കോ എങ്ങോട്ടും കയറിയിട്ടില്ല. കാരണം സൂണോസിസും ഡയറ്റിക്സും അത്രയും പാടുള്ള സബ്ജക്റ്റ് അല്ല. നമ്മുടെ കയ്യിൽ നിന്നിട്ടായാലും നമുക്ക് എഴുതിയാലും പാസ്സാകും. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ടിരുന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പോയതും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇന്ന് വേറെ കടയിലേക്ക് ഒന്നിനും ഞാൻ പോകുന്നില്ല. വയ്യ, ഉറങ്ങണം. ഉറക്കമാണ് എനിക്ക് പ്രധാനം. അപ്പോൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങളെയും ഞാൻ കാണിച്ചു തരാം. തിരിച്ചു വന്ന് കയറിയപ്പോൾ തന്നെ നല്ല ക്ഷീണമായിരുന്നു. കിടന്നങ്ങോട്ട് ഉറങ്ങി എണീറ്റപ്പോഴാണ് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. എന്നൊന്നും ഞം നെഹി ആയതുകൊണ്ട് തന്നെ വിശന്നിട്ട് കണ്ണും മൂക്കും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. കണ്ണ് കാണാൻ പറ്റണില്ല, മൂക്കാണെങ്കിൽ ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിലൊരു കവി. അപ്പം ഞാൻ നേരെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി ആദ്യം ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷെ എന്തോ അത് ഉണ്ടാക്കാൻ തോന്നിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയില്ല. വന്നപ്പോൾ തന്നെ ഞാൻ പോർക്കൂട്ടനെടുത്ത് പുറത്ത് വെച്ചുകൊണ്ട് ഇനി പോർക്കിനെ മുറുക്കി കറി ഉണ്ടാക്കണം. പക്ഷെ അതൊരു 1 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടൊരു സാധനം മേടിച്ച് വെച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഭാഗ്യത്തിന് കിട്ടിയതാണ് ഓഫറിൻ്റെ ഗുണമാണ് അതൊക്കെ. എന്താണെന്ന് അറിയാമോ? കൈപൊള്ളിയതാണ്. സർപ്രൈസ് ഇരുന്നോട്ടെ. എപ്പോഴുള്ള എൻ്റെ ഇത് ഈ സാധനം നിങ്ങളെ കാണിക്കണമെങ്കിൽ ഗ്ലൗസ് ഇടണം, അല്ലെങ്കിൽ കൈ വരെ പൊള്ളിപ്പോവും. എന്താണെന്ന് അറിയാമോ? നല്ല ലൈറ്റുള്ളോട് തൊട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോസേജ് ഗൈസ്, സോസേജ്. അപ്പോൾ സോസേജ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. കാലത്ത് ആദ്യത്തെ ഭക്ഷണമായിട്ട് ഇതിനോട് ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ടൊരു പിടി പിടിച്ചാണ്ടല്ലോ. എന്താ സാറേ, ഇതിന് എളുപ്പത്തിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. വെറുതെ എടുക്കുക, ഇടുക, ഓവനിലും കൂടെ വെക്കുക, സാധനം റെഡി. ഇത് കഴിക്കട്ടെ, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പോർക്കറി ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോരോ പരിപാടികൾ. പിന്നെയും നോമുറങ്ങി. അത് കഴിഞ്ഞൊരു സിനിമ കണ്ടു, ടൂറിസ്റ്റ് ഫാമിലി. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, നല്ലൊരു ഫാമിലി പടമാണ്. നല്ലൊരു പടമാണ്. നന്മയോളികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പടം. സച്ച് എ ഗുഡ് മൂവി. ഇടയ്ക്കൊക്കെ സിനിമ കാണാറ്. പണ്ട് എല്ലാ സിനിമയും ഒന്നും ഇടാണ്ട് ഇറങ്ങണ ദിവസം തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ഞാൻ ഇപ്പം ഇടയ്ക്കൊക്കെ വല്ല കാലത്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ നാട്ടിൽ പോയ സമയത്ത് ഏതൊക്കെ സിനിമ ഇറങ്ങിയോ, അത് ലോക അലമ്പ് പടമാവട്ടെ, ലോക സൂപ്പർ പടമാവട്ടെ, ഏത് സിനിമയാവട്ടെ, പോവാ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അത് കണ്ടിറങ്ങുമ്പോൾ കിട്ടുമ്പോഴുള്ളൊരു സുഖമുണ്ട്. അത് വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടൂല. അങ്ങനെ നടന്ന ഞാൻ ഒന്ന് ഫ്ലൈറ്റ് കയറി രാജ്യം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ്ടിലും സംക്രാന്തിക്കും ഒരു സിനിമ. അതും പറ്റിയാൽ, സമയമുണ്ടെങ്കിൽ, സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി തിരിച്ചു മറിച്ച് നോക്കി ഒക്കെ അറേഞ്ച് ചെയ്ത്. നാട്ടിൽ അങ്ങനെ ഒരു ടെൻഷനുണ്ടോ? ഇല്ല. വിദേശത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടെൻഷനും കൂടി ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യണം. അതായത് ഇവിടെയൊക്കെ 1 മാസത്തേക്കുള്ള ഫുൾ ടിക്കറ്റ് എടുക്കാൻ പറ്റിയ അങ്ങനത്തെ കാർഡ് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സിനിമ സിറ്റിയിലുണ്ട്, മൾട്ടിക്കിനോയിലുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോ. സ്ഥിരം സിനിമ കാണുന്ന പ്രാന്തന്മാരാണെങ്കിൽ എന്നെപ്പോലെ. ഇവിടെ മലയാളം പടം അല്ലെങ്കിൽ നല്ല ഇടിപ്പടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോയി കണ്ടാനെ. പക്ഷെ അങ്ങനത്തെ പടങ്ങൾ അധികം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പോവാത്ത. എന്തെങ്കിലും ആവട്ടെ, കാര്യം മനസ്സിലായല്ലോ.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്കറി റെഡി ആയിട്ടുണ്ട്. പോർക്കറി റെഡി ആക്കിയിട്ട് ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങി. ഉച്ചഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. വൈകുന്നേരത്തേക്കുള്ളതായി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ചോറുണ്ടാക്കാൻ വെച്ചു. നമ്മുടെ പോർക്കറി ഇത്തവണ ലക്ഷറി ആയിട്ടുണ്ട്. പക്ഷേ വെള്ളം വീഴും. ഒന്നും കൂടി വറ്റിക്കണം, എന്നാലാണ് റെഡിയാവും. ഇപ്പോൾ ഒരു 90% വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വറ്റി കിട്ടിയാൽ അവൻ സെറ്റായിരിക്കും. ഡ്രൈ ഫ്രൈക്ക് പറ്റിയ മുതലാക്കും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ. അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. വേറൊന്നും ഈ വ്ളോഗിൽ പറയാനില്ല. ഇന്നൊരു തെറ്റില്ലാണ്ട് 10-12+ മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. സന്തോഷം. ഇനി ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കണം. ഇതൊക്കെ തന്നെ പരിപാടികൾ. അത് കഴിഞ്ഞ് പിന്നെയും ജോലിക്ക് പോകുന്ന പരിപാടികളിലേക്ക് പോകും. അപ്പം ശരി, ശുഭരാത്രി, ബൈ ബൈ.